ഹലോ നമസ്കാരം, താരാസ് വണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോമ്പുകാല കറികളിൽ ഇന്നും 2 വെജിറ്റബിൾ കറികൾ കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് ഒരെണ്ണം തക്കാളി വെണ്ടയ്ക്ക ഒഴിച്ചേറിയാണ്, പിന്നെ ഒരു കറി അമരയ്ക്ക തോരനും കൂടിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ പച്ചക്കറികളൊക്കെ നമ്മൾക്ക് എന്തോ കറി വയ്ക്കും എന്നുള്ള ചിന്തയിലാണ് പിറ്റേ ദിവസം നോക്കണത്. അപ്പോൾ ഇന്ന് വന്നപ്പോൾ അമരയ്ക്കയും വെണ്ടയ്ക്കയുമാണ് കിട്ടിയേക്കണത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഒരു പകുതി സവാളയും കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കറിവേപ്പില ഇത്രയും ഞാൻ കട്ട് ചെയ്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അമരയ്ക്ക ഞാൻ ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ടൊന്ന് 10-20 മിനിറ്റ് നേരം ഇങ്ങനെ മുക്കി വെച്ചിട്ട് 2-3 പ്രാവശ്യം കഴുകിയെടുക്കുകയാണ് ചെയ്തത്. 3-4 പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യണത്. ചെറുതാക്കി അരിഞ്ഞെടുക്കണം, നൂലൊക്കെ കളഞ്ഞിട്ട്. അപ്പോൾ അതിന് അരിഞ്ഞെടുക്കാൻ ഇത്തിരി സമയം വേണ്ടി വരും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് തോരൻ വെച്ച അടിപൊളി തോരനാണ്. അപ്പോൾ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തോരൻ വയ്ക്കണത് എങ്ങനെയെന്ന് നോക്കാം. പാൻ അടപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ കറികളിലൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം സവാള ഇട്ട് പിന്നെ വെളുത്തുള്ളി ഇടാം. അപ്പം ഞങ്ങൾ തോരനും ഒലത്ത് കൈ വെക്കുമ്പോൾ കടുകൊന്നും പൊട്ടിക്കാറില്ല. തേങ്ങ അരച്ച കറികളിലൊക്കെയാണ് കടുക് പൊട്ടിക്കുള്ളൂ. അപ്പോൾ ഇത് സവാളയും വെളുത്തുള്ളിയൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് പിന്നെ പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ പച്ചക്കറിയൊക്കെ വെക്കുമ്പോൾ നമ്മളധികം മൊരിച്ച് കരിക്കൊന്നും സവാള ചെറിയ ഉള്ളിയൊക്കെ ആയാലും ഭയങ്കരമായിട്ട് ബ്രൗൺ നിറമൊന്നും ആകാൻ നിൽക്കരുത്. ഇങ്ങനെ ഒന്ന് വാട്ടിയെടുത്താൽ മതിയാവും. എന്നാലാണ് ആ വെളിച്ചെണ്ണയുടെയൊക്കെ ടേസ്റ്റ് ഈ പച്ചക്കറികളിൽ പിടിക്കുള്ളൂ. അപ്പോൾ ഇതൊന്ന് വാടുമ്പോൾ നമുക്ക് അതിനാവശ്യമുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയതിന് ശേഷം അമരയ്ക്കയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ആ സവാളയുടെയൊക്കെ ഫ്ലേവറിൽ കിടന്ന് ഇത് ചെറിയ തീയിലിട്ടിട്ട് വെന്തോളും. ചെറു തീയിലിട്ടിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് നേരം അടച്ചു വയ്ക്കാം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് 2 പിടി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ അധികം പൊടികളുടെ ഒന്നും ആവശ്യമില്ല. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരൽപ്പം മുളക് പൊടിയും കൂടിയാണ് ഞാൻ ചേർക്കണുള്ളൂ. നല്ല അടിപൊളി തോരനാണിത്. അപ്പോൾ തേങ്ങയും കൂടി ഇട്ട് പൊടികളും കൂടി ചേർത്തിട്ട് നമുക്ക് ഉപ്പ് പാകത്തിന് ഇല്ലെങ്കിൽ ഓരോന്നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് 2 മിനിറ്റ് നേരം കൂടിയും അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി അമരയ്ക്ക തോരൻ ഇവിടെ റെഡിയാണ്. ഞാൻ ഇടയ്ക്ക് കോവയ്ക്ക എന്നൊക്കെ പറയണമെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. പെട്ടെന്ന് കോവയ്ക്ക എന്നാണ് എപ്പോഴും വായിൽ വരുന്നത്. അപ്പോൾ അമരയ്ക്ക തോരനാണിത്. ഇത് നല്ല അടിപൊളി തോരനാണ്. നമുക്ക് ഇടയ്ക്കൊക്കെ ആണെങ്കിൽ അമരയ്ക്ക കിട്ടുള്ളൂ. ഇപ്പോൾ സീസണായ കാരണം ഇപ്പോൾ കിട്ടിയതാണ്. നല്ല ഫ്രഷായിരുന്നു, വാടിയിട്ടൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ അധികം കേടായൊന്നും പോയില്ല. അല്ലെങ്കിൽ അമരയ്ക്ക കിട്ടുമ്പോൾ ചിലപ്പോൾ നന്നായിട്ട് ഉള്ളൊക്കെ കേടുണ്ടാവും. അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ എടുക്കാൻ. അപ്പോൾ ഇതിലധികം കേടൊന്നും വന്നില്ല. നന്നായിട്ട് എല്ലാവരും നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റി. പിന്നെ നമ്മളൊരു ഒഴിച്ചെറി ഉണ്ടാക്കാണ്ട് വെണ്ടയ്ക്ക തക്കാളിയും കൂടി വാട്ടിയിട്ട് തേങ്ങ അരച്ച് ചേർത്തിട്ടുള്ള ഒഴിച്ചെറിയാണ്. അതിൽ തൈര് ചേർക്കണമെങ്കിൽ ഇച്ചിരി പുളി ഉണ്ടാവും. ഞാനിപ്പോൾ തൈരില്ല, ഞാൻ തൈര് ചേർക്കണില്ല. അപ്പോൾ ഈ വെണ്ടയ്ക്കൊക്കെ നമ്മൾ ആദ്യം തന്നെ കടുക് പൊട്ടിച്ച് കറിവേപ്പിലേക്ക് ഇട്ടിട്ടാണ് ചെയ്യണത്. ലാസ്റ്റ് കടുക് പൊട്ടിക്കാൻ നിൽക്കണില്ല. അപ്പോൾ ഈ നേരത്തെ എടുത്തതില്ല പകുതി സവാളയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ കടുക് പൊട്ടിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഉലുവയും കൂടി ചേർത്തിട്ട് നമ്മൾ സവാളയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ കറിയിലായാലും ബ്രൗൺ നിറമൊന്നും ആകേണ്ട ആവശ്യമില്ല. സവാള ഇട്ട് കഴിഞ്ഞിട്ട് ബാക്കി പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും തക്കാളിയൊക്കെ കൂടി ഇട്ട് കൊടുക്കുക. നമുക്ക് ഒന്നിച്ചൊന്ന് വാട്ടിയാൽ മതിയാകും. അതൊന്ന് വാടി വന്നതിന് ശേഷം തക്കാളി ഇട്ടിട്ടൊന്ന് 1 മിനിറ്റ് നേരം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ചെറുതിയിൽ വയ്ക്കാം. അതിന് ശേഷം നമുക്ക് വെണ്ടയ്ക്കയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിനാവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിനൊക്കെ അധികം മൊരിയേണ്ടൊന്നും ആവശ്യമില്ലൊന്ന് വളർന്ന് കിട്ടിയാൽ മതിയാവും. അപ്പോൾ വെളിച്ചെണ്ണയിൽ വളർന്ന് കിട്ടുമ്പോൾ തന്നെ അതിന് നല്ല പ്രത്യേക ടേസ്റ്റാണ്. എന്നിട്ട് നമുക്ക് വെണ്ടയ്ക്കയും കൂടി ഇട്ടിട്ട് 1 മിനിറ്റ് നേരം കൂടി ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് പിന്നെ ഒരു അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ തേങ്ങ അരച്ചാണ് ഞാൻ ചേർക്കണത്. അപ്പോൾ തക്കാളി ഇട്ട കാരണം ചെറിയൊരു പുളി രസമുണ്ട്. വെണ്ടയ്ക്കയും കൂടി ഇട്ടിട്ട് നമുക്ക് മൂടി വെക്കാം. പിന്നെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ട് നന്നായിട്ട് മിക്സിയിലടിച്ച് അതും കൂടി ഒഴിച്ചു കൊടുക്കാം. വെണ്ടയ്ക്ക ഇട്ടതിന് ശേഷം ഞാനൊരല്പം മഞ്ഞൾപ്പൊടി മാത്രമാണ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രമേ ഇതിൽ ചേർക്കണുള്ളൂ. പച്ചമുളകൊക്കെ ഇട്ടേക്കണ കാരണം പിന്നെ വേറെ മുളക് പൊടിയൊന്നും ചേർക്കണില്ല. പിന്നെ ഞാനിതിലേക്ക് ഗാർലിക് പൗഡർ കുറച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്ക്
പൊടികളും കൂടി ചേർത്തിട്ടൊന്ന് മൂടി വയ്ക്കാം. പിന്നെ തേങ്ങ ഒഴിക്കാം. തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം എത്രയെന്ന് വെച്ചാൽ കൂടുതൽ വെള്ളം ആവരുത്, നമുക്ക് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് കുറച്ച് നേരം അരമണിക്കൂർ ഇരിക്കുമ്പോഴത്തേനും ഒന്നും കൂടി കുറുകും. അപ്പോൾ തൈരുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ തൈരൊന്നും ഒഴിച്ചു കൊടുക്കണില്ല, ഇത്രയും മാത്രം ചെയ്യണുള്ളൂ. അപ്പോൾ കടുക് നേരത്തെ പൊട്ടിച്ചേണ്ടാരം കടുക് ഉലുവയൊന്നും ലാസ്റ്റ് പൊട്ടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒഴിച്ചുകറിയൊക്കെ ഇവിടെ റെഡിയാണ്. വെണ്ടയ്ക്ക തക്കാളിക്കറിയും അമരയ്ക്ക തോരനാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് റെസിപ്പീസ്. അപ്പോൾ എന്നും പറയുന്നത് പോലെ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ പച്ചക്കറികളായ കാരണം മീനാണെങ്കിൽ നമുക്ക് ആ കറിയും കൊണ്ട് തന്നെ ഫ്രൈ ചെയ്ത് മീൻ കറി വെച്ചാൽ പണി കഴിയും. ഇപ്പോൾ പച്ചക്കറികളായ കാരണം പല തരത്തിൽ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നല്ല പണിയാണ്, നമുക്ക് ഉച്ചവരെയും നല്ല പണിയായിരിക്കും ഇതൊക്കെ ചെയ്തൊക്കെ എടുക്കാൻ വേണ്ടി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ നാടൻ കറികളൊക്കെ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി.